തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഗുരുവും ശിഷ്യനും വയൽവരമ്പിലൂടെ നടന്നു പോവുകയാണ്. ശിഷ്യൻ അല്പം വികൃതിക്കാരനാണ്. ഇവർ വയൽവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ജോഡി ചെരുപ്പുകൾ ആ വയൽവരമ്പിൽ കിടക്കുന്നത് കണ്ടു. ഏതോ കൃഷിക്കാരൻ തൻ്റെ ചെരുപ്പുകൾ ഊരി വയൽവരമ്പിൽ വച്ചിട്ട് കൃഷിയിടത്തിറങ്ങി പണി ചെയ്യുകയാണ്. ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, നമുക്ക് ഈ ചെരുപ്പൊന്ന് ഒളിച്ചു വയ്ക്കാം, ഒരു ചെരുപ്പെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ചെരുപ്പിൻ്റെ ഉടമ വന്ന് അവൻ്റെ പരിഭ്രമം നമുക്കൊന്ന് നോക്കാം. ഗുരു വികൃതി നിറഞ്ഞ ശിഷ്യനോട് പറഞ്ഞു, നീ എന്തിനാണ് മനുഷ്യരുടെ പരിഭ്രമം കാണാൻ ആഗ്രഹിക്കുന്നത്? നിൻ്റെ കയ്യിൽ ഒരു നാണയത്തുട്ടുണ്ടല്ലോ, ആ നാണയത്തുട്ടെടുത്ത് ആ ചെരുപ്പിൽ ഒന്നിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് മാറി നിന്ന് ആ മനുഷ്യൻ്റെ പ്രതികരണം ഒന്ന് കാണാം. ഗുരു പറഞ്ഞതുപോലെ ശിഷ്യൻ അവൻ്റെ കയ്യിലുള്ള നാണയത്തുട്ടെടുത്ത് ആ ഒരു ജോഡി ചെരുപ്പിലെ ഒരു ചെരുപ്പിലെടുത്തു വച്ചു. എന്നിട്ട് മറഞ്ഞു നിന്നു രണ്ടുപേരും. അല്പസമയം കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ അവിടെ എത്തി. തൻ്റെ ചെരുപ്പുകൾ എടുത്തിടാൻ നോക്കിയപ്പോൾ ഒരു ചെരുപ്പിൽ ഇതാ ഒരു നാണയം. പെട്ടെന്ന് ആ കൃഷിക്കാരൻ ആ വരമ്പത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളും ഉയർത്തി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്ക് നന്ദി. എൻ്റെ ഈ തകർച്ചയിൽ, ഈ കടബാധ്യതയിൽ ഈ നാണയം തരാൻ നീ ആരെയോ ഉപയോഗിച്ചതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ. ഈ നാണയം ഇവിടെ എൻ്റെ പാദങ്ങളുടെ ചെരുപ്പിൻ്റെ അരികിൽ കൊണ്ടെത്തിച്ചവരെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ ഒരു കാഴ്ച. ഗുരു പിന്നെ ശിഷ്യനോട് പറഞ്ഞു, നിൻ്റെ ഓരോ പ്രവൃത്തിയും ഇതുപോലെ ആകണം. മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നിൻ്റെ പ്രവൃത്തികളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നന്ദി പറയുവാൻ പറ്റുന്നതായിരിക്കണം നിൻ്റെ ഓരോ നിലപാടുകളും ഇടപെടലുകളും. നിൻ്റെ വാക്കുകളും പ്രവൃത്തികളും മനുഷ്യനെ പരിഭ്രാന്തപ്പെടുത്തുന്നുണ്ടോ? പരിഭ്രാന്തി കൊടുക്കുവാനല്ല, സ്നേഹം കൊടുത്ത്, കരുതൽ കൊടുത്ത് ദൈവത്തെ അവർ വാഴ്ത്തുവാനായിട്ട് നിൻ്റെ നിലപാടുകൾ കാരണമാകണം. അതല്ലേ ഈശോ പറഞ്ഞത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇന്ന് നമുക്ക് മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നവരാക്കാം, സ്നേഹിക്കുന്നവരാക്കാം, ആരെയും പരിഭ്രമിപ്പിക്കാതിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിനം.